വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരം കാണുക. ദേശീയപാത അതോറിറ്റിയും ഗ്രാമപഞ്ചായത്തും ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി തുടരുന്ന അവഗണന അവസാനിപ്പിക്കുക. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി ജനകീയ സംരക്ഷണ സമിതി. ട്രെയിനിടിച്ച് യുവതിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവം. മതിലകത്ത് പ്രതിഷേധം കനക്കുന്നു. ദേശീയപാതയോരം ശുചീകരിക്കുക. കാനകൾ സ്ലാബിട്ട് അടച്ച് കാൽനട യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മതിലകത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മതിലകം സെന്ററിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പഞ്ചായത്തിന് 100 മീറ്റർ അകലെ വാട്ടർ അതോറിറ്റിക്ക് സമീപത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് പ്രാദേശികമായ ഭരണകൂടം പഞ്ചായത്താണ്. ഇവിടെ ഈ അപകടം ഒഴിവാക്കാൻ വളരെ കൃത്യമായി മതിലകം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആ വാർഡിന്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി സീനത്ത് ബഷീർ ഇവിടുത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും ആക്സ് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരെയും മർച്ചന്റ് വ്യാപാരികളെയും വിവിധ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ചിരുത്തിക്കൊണ്ട് എന്താണ് നമുക്ക് ഇതിനൊരു ബദൽ സംവിധാനം കാണേണ്ടത് എന്ന് കൃത്യമായി ഒരു മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ ഇവിടെ കാട് വൃത്തിയാക്കിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ആഹ്വാനമോ സംഗതികളോ ഒന്നുമല്ല. സാധാരണക്കാരായ ആളുകൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയും അത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളും സംഗതികളെല്ലാം നടക്കുകയും ചെയ്തു. ശരിക്കൊരു കൂട്ടമായ ഒരു പ്രവർത്തനം. ഞാനിപ്പോഴും അപ്പോഴും പറയുന്നത് മതിലകം പഞ്ചായത്തിൽ മരണങ്ങൾ ഭരണകൂടം സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, റോഡിന്റെ വിഷയം തന്നെ പറയുമ്പോൾ തന്നെ ഒരു കുട്ടി മരിക്കുകയുണ്ടായി 8-ാം വാർഡിൽ മതിലുമൂല കിഴക്ക് ഭാഷത്ത്. ആ കുട്ടി മരിക്കാനുണ്ടായ കാരണം തന്നെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പുഴക്കത്ത് നിന്ന് പന്ത് പുഴയിലേക്ക് പോയപ്പോൾ ആ പന്ത് എടുക്കുന്നതിന് വേണ്ടി സഹോദരൻ സുരേഷിന്റെ മകൻ പുഴയിലേക്ക് പോകുമ്പോൾ അതെ ഈ നിൽക്കുന്ന ആളും ഇവിടെ വെച്ച് തന്നെ ഒരു അപകടം പറ്റിയ ആളാണ്. ഇവിടെ ഇങ്ങനെ കവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾ വന്ന് പറയുകയാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? വെളുപ്പിന് പാലുണ്ടായിട്ട് വരുമ്പോൾ എന്ത് വണ്ടി അടിച്ച്? വാഗനർ വന്നിടിച്ച് തല മൊത്തം പൊളിഞ്ഞു. ആളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീറുമായിട്ട് ഇന്ന് നടന്ന ജനകീയ സമരത്തെക്കുറിച്ചുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പല ഏകദേശം 2021 മുതൽ നമ്മൾ അതോറിറ്റിക്ക് ഒരുപാട് പരാതികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാനയുടെ വീതി കൂട്ടാനും ആഴം കൂട്ടാനും പുല്ല് വെട്ടാനും സ്ലാബ് ഇടാനുമായിട്ട് പലതരത്തിൽ നമ്മൾ പരാതി കളക്ടറായിട്ടും MLA ആയിട്ടും നാഷണൽ NHAയുടെ ഓഫീസിലൊക്കെ പറവൂര് ആദ്യമായിരുന്ന ഓഫീസിൽ ഇപ്പോൾ കാക്കനാടാണ്. കാക്കനാടൊക്കെ പല പ്രാവശ്യം പോയിട്ട് നമ്മൾ പരാതി കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വളരെയധികം ഖേദകരമാണ്. കാരണം ഒരുപാട് ആക്സിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ അതിലിപ്പോൾ കളക്ടർ വരെയും ഉത്തരവ് കഴിഞ്ഞ ആഗസ്റ്റ് 2-ാം തീയതി 2024 ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അവരോട്. പക്ഷെ ഇതുവരെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. തുടർന്ന് പ്രതിഷേധ ധർണയെ പൊതുപ്രവർത്തകൻ ഷാജഹാൻ, അർഷാദ് അച്ചു, സാംസ്കാരിക പ്രവർത്തകൻ ബഷീർ വടക്കൻ, ഹംസ കാക്കശ്ശേരി, PA കുട്ടപ്പൻ, ഹംസ കുഞ്ഞി തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആഷിഖ് CA, യൂസഫ് കാട്ടുപറമ്പിൽ, PM താജുദ്ദീൻ, CA മജീദ് തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. അതിരിറങ്ങി ഗുരുതര പരിക്കേറ്റ വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശിനി മതിലകത്ത് വീട്ടിൽ 23 വയസ്സുള്ള സോഫിയയുടെ 2 കാലുകളും ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിനടുത്തായിരുന്നു അപകടം സംഭവിച്ചത്. മതിലകം പ്രതികരിക്കണം.
പ്രതികരിക്കുന്നു. അധികാരികളുടെ അനാസ്ഥക്കെതിരെ ദേശീയപാതക്കാരുടെ അനാസ്ഥക്കെതിരെ മതിലകം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നു.